സനാതനധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചാതുർവർണ്ണയത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ്, അല്ലാതെ വേറൊന്നല്ല. ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഋഷി സംസ്കാരം എന്നതാണല്ലോ ആർഷഭാരത സംസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാണ്. ഋഷികളുടെ ഒരു പരമ്പരയും സംസ്കാരം. എന്തായിരുന്നു ഋഷികളുടെ ഈ പരമ്പരയും സംസ്കാരം എന്ന് നമ്മൾ ഇതിഹാസ പുരാണ പാഠങ്ങൾ പരിശോധിച്ചാൽ ഇന്നത്തെ നിലയ്ക്ക് ലജ്ജ തോന്നുന്ന, നാണം കെട്ടുപോകുന്ന, മനുഷ്യര് അപമാനഭരിതരായി ശിരസ് കുനിക്കേണ്ട ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഋഗ്വേദത്തിലെ യമയമി സംവാദം, യമനും യമിയും തമ്മിലൊരു സംവാദമാണ്. യമി സഹോദരിയാണ്, യമന്റെ സഹോദരിയാണ് യമി. അവർ സഹോദരനും സഹോദരിയാണ്. ഈ യമി യമനോട് പറയുകയാണ്, വള്ളത്തോളും മനോഹരമായി തർജ്ജമ ചെയ്തിട്ടുണ്ട് യമയമി സംവാദം. അതിൽ പറയുന്നത്, നീലവിശാലമാ വൻകടലിൽ ഏകാന്തമാമീ മണൽത്തുരുത്തിൽ ആമോദം ഉൾക്കാമ്പിൽ ഏറ്റമേകം കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സഹോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടും. അപ്പൊ സ്വന്തം സഹോദരനെ ഒരു കാമപൂരണത്തിന് വിളിക്കുന്ന രംഗമാണ് യമയമി സംവാദത്തിലെ ആ സൂക്തത്തിന്റെ അർത്ഥം. അതാണ് ഈ സൂക്തം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ ആർഷഭാരത സംസ്കാരം നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്, ആധുനിക ലോകബോധ്യത്തിന് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒന്നാണോ യമയമി സംവാദം എന്ന് പറയുന്നത്? അത് കാലഹരണപ്പെട്ട ഒന്നാണ്. മനുഷ്യര് പറ്റ ലൈംഗിക വീഴ്ചയുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു ഗോത്ര സംസ്കാരത്തിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ യമയമി സംവാദത്തിൽ കാണുന്നത്. അത് ആ രീതിയിലാണ് പരിഗണിക്കേണ്ടത്. പക്ഷേ ഋഗ്വൈദിക സംസ്കാരം ആധുനിക കാലത്തിന് മാതൃകയാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഈ രീതിയിൽ തുറന്നു കാട്ടേണ്ടി വരും. അങ്ങനെ ഓരോ കാര്യം എടുത്ത് പരിശോധിക്കുക. ഋഗ്വേദത്ത് ഈ മഹാഭാരതത്തിന്റെ ഒരു കഥയുണ്ട്. ആ കഥയില് സ്വന്തം മാതാവിനെ ആ പിതാവിന്റെയും മകന്റെയും മുൻപിൽ വെച്ച് വേറൊരു ബ്രാഹ്മണൻ വലിച്ചിഴച്ചുകൊണ്ട് പോവുക. അങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ പുത്രൻ പിതാവിനോട് പറയുകയാണ്, ആ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ബ്രാഹ്മണനെ തടയണം. പിതാവ് പറഞ്ഞു, കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ കൊണ്ടുപോകുന്നതാണ് സനാതനമായ ധർമ്മം. ഏഷധർമ്മ സനാതന, മഹാഭാരതത്തിലെ ശ്ലോകമാണ്. ഏഷധർമ്മ സനാതന. സ്വന്തം മകന്റെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ മറ്റൊരാൾ പിടിച്ചു കാമപൂരണത്തിനായി വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്നതിനെയാണ് ഏഷധർമ്മ സനാതന, ഈ ധർമ്മമാണ് സനാതനം എന്ന് മഹാഭാരതത്തിൽ പറയുന്നത്. ഈ ധർമ്മം ഇപ്പൊ സനാതനമായിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? സ്ത്രീകൾക്ക് സ്വതന്ത്രമായ കർത്തൃത്വമുള്ള ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ത്രൈവർണിക പുരുഷന്റെ ഇഷ്ടം അനുസരിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാണോ സനാതനം? അല്ലെങ്കിൽ അതിനെയല്ലേ ഇവർ സനാതനം എന്ന് വിളിക്കുന്നത്? ചുരുക്കത്തിൽ ഇവർ സനാതനം എന്ന് വിളിക്കുന്നത് ത്രൈവർണിക പുരുഷ മേധാവിത്വത്തെയും ത്രൈവർണിക പുരുഷ മേൽക്കോയ്മയാണ് യഥാർത്ഥത്തിൽ സനാതനം എന്ന് പറയുന്നത്. അത് ചാതുർവർണ്ണയമാണ്, ജാതി വ്യവസ്ഥയാണ്, അല്ലാതെ വേറൊന്നുമല്ല സനാതനം എന്ന് പറയുന്നത്. സഹോദരനും സഹോദരിയെ പ്രാപിക്കാം എന്നതിനെ പറ്റിയാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. ഋഗ്വേദം അവിടെ കിട്ടുക. അടുത്തത് എന്തായിരുന്നു പറഞ്ഞത്? മഹാഭാരതത്തിലുള്ള ഒരു വാക്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ അല്ല കേട്ടോ, ഹദീസും അല്ല കേട്ടോ, ഇതിനകത്തുള്ള സംഗതിയാണ്. സഹോദരനുമായിട്ട് ആകാം, അതിനൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അത് മാത്രവുമല്ല, അവർക്ക് തമ്മിൽ ബന്ധപ്പെടാം എന്ന് ഋഗ്വേദം പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവരത് ചെയ്തതിൽ എന്താ കുഴപ്പമിരിക്കുന്നത്? നല്ല കാര്യമല്ലേ, അവർ നടത്തിക്കോട്ടെ. ബ്രാഹ്മണനായ ഒരാൾ വന്ന് സ്വന്തം കുഞ്ഞിന്റെ മുൻപിൽ വെച്ച് അമ്മയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പാണിഗ്രഹണം ചെയ്യാനല്ല, പണിയെടുക്കാനാ. ഏത് പണി? മറ്റേ പണി. ആ പണിക്ക് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അച്ഛൻ